വിമാനാപകടത്തിൽ മരിച്ച അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 5 മണിക്ക് നടക്കും. കൂടുതൽ വിവരങ്ങൾ പി ബസന്ത് നൽകും. ബസന്ത്, സമീപകാലത്തായി രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സുനേത്ര അത്ര സജീവമായിരുന്നില്ല. പക്ഷേ അജിത് പവാറിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ സുനേത്ര തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി എത്തുകയാണ്. സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, NCPയുടെ ഇനിയുള്ള രാഷ്ട്രീയ ഭാവി എന്താണ്? നാളെ നടക്കുന്ന യോഗം അതിൽ ലയനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകുമോ? NCPയുടെ നിയമസഭാ കക്ഷി നേതാവായി നാളെ സുനേത്ര പവാറിനെ തിരഞ്ഞെടുക്കും. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി നാളെ വൈകിട്ട് സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ NCP വൃത്തങ്ങൾ നൽകുന്ന സൂചന. NCP നേതാക്കളായ ഛഗൻ ഭുജ്വാൾ തുടങ്ങിയവരൊക്കെ തന്നെ ഇന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസുമായി ചർച്ച നടത്തിയിരുന്നു. നാളെ തന്നെ സത്യപ്രതിജ്ഞ നടത്തണമെന്നുള്ള ഒരു ആവശ്യമാണ് NCP മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാനുള്ള പാർട്ടിയുടെ നിർദ്ദേശം സുനേത്ര പവാർ അംഗീകരിച്ചു എന്നാണ് സൂചന. നിലവിൽ രാജ്യസഭാ അംഗമാണ് സുനേത്ര പവാർ. കഴിഞ്ഞ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമതിയിൽ സുപ്രിയ സൂലെക്കെതിരെ മത്സരിച്ച് സുനേത്ര പവാർ പരാജയപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി പദം വഹിക്കവെയാണ് അജിത് പവാർ 2 ദിവസം മുമ്പ് ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. NCPയിലെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് പുതിയൊരാളെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അജിത് പവാറിന്റെ വിധവയായ സുനേത്ര ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കണമെന്നുള്ള ഒരു ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. ഏതായാലും നാളെ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. നാളെ 2 മണിക്ക് NCPയുടെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. ശരി, പി ബസന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.